ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ. ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം ഒരു നിത്യത്തിലേക്കുള്ള ജീവിതമാണ്. അതായത് ഐ ബിക്കം ഇറ്റേണലായി, ഐ നോ മൈസെൽഫ്. ഈ മൂന്ന് തത്വശാസ്ത്രവും നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് എഴുതി വയ്ക്കുക. ഞാനായിത്തീരുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ തത്വശാസ്ത്രമല്ല. എന്നാൽ ഐ നോ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഐ ബിക്കം ഇറ്റേണലായി, ഒരു നിത്യതയിലേക്കുള്ള വളർച്ചയായി നമുക്ക് നമ്മളെ തന്നെ ക്രമപ്പെടുത്താൻ പറ്റും. ഒരു ദിവസം ഒരു ചേട്ടൻ വീട് പണിയാൻ തുടങ്ങി. അപ്പോൾ ഈ വീട് പണിയാൻ തുടങ്ങിയപ്പോൾ തന്നെയും ആ വീടിൻ്റെ അടിത്തറ കെട്ടിയപ്പോൾ പലരും നോക്കി പറഞ്ഞു, ആ കല്ലൊന്നും അത്ര ശരിയില്ല, അതിൻ്റെ ആകൃതി കണ്ടോ, അതുകൊണ്ട് ചെരിഞ്ഞായിരിക്കുന്നത്, അത് കൃത്യമായിട്ട് വെച്ചിട്ടല്ല ആ വീട് പണിയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭിത്തിയൊക്കെ കെട്ടി. ഭിത്തി കണ്ടപ്പോൾ എന്തൊരു വെട്ടുകല്ല, ഉണ്ടാക്കിയ ചെളി കൊണ്ടാണ് കെട്ടിയേക്കുന്നത്, സിമെൻറ്റിൻ്റെ അവസ്ഥ കണ്ടോ, ഏതൊരു വൃത്തിയില്ലാത്തൊരു വീട്, ഇതൊന്നും ശരിയാവില്ല. കുറേ കൂടെ പണി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ചിലർ പറഞ്ഞു, അതിന് ആകൃതി ശരിയൊന്നുമില്ല, അതിന് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതിന് ഷേപ്പ് ശരിയല്ല, അതുണ്ടാക്കിയതൊന്നും ശരിയില്ല. അങ്ങനെ പലരും ആ ഭവനത്തെ നോക്കി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി, തേച്ച് കംപ്ലീറ്റ് പണി പൂർത്തിയാക്കുമ്പോൾ ആ വീട് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്ത് രസമുണ്ട് വീട് കാണാൻ, എന്തൊരു വൃത്തിയാ, എത്ര നല്ല റൂമുകളാണ്, എല്ലാവരും കാണും വളരെ മനോഹരമായിട്ടിരിക്കുന്നു. ഇതുപോലെയാണ് നമ്മുടെ ഓരോ ജീവിതവും. നമ്മൾ ഒരു കുരിശുജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഒരു കഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ, ആരും മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ, ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും പരസ്പരം കുറ്റങ്ങളും കുറ്റവാക്കുകളും കേൾക്കുമ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭവനം പണിയുമ്പോൾ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പലരും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നാം കുരിശിലൂടെ നമ്മുടെ ജീവിതത്തിലൊരു ഭവനമായി പടുത്തുയർത്തുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ, നിത്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ, അരൂപിയുടെ സമ്പാദ്യമാകുമ്പോൾ അവസാനം ഈ പറഞ്ഞവരെല്ലാം നമ്മളെ നോക്കി നല്ലൊരു വാക്ക് പറയുന്നൊരു സമയം വരും. അതിനാൽ കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും വിഷമത്തിലൂടെയും പോകുന്നവർ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾക്കൊരു നിത്യതയുണ്ട്. നിങ്ങളുടെ ജീവിതം ഒട്ടകം സൂചക്കളിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. ദൈവം നിങ്ങളോടൊത്തുണ്ട്. നിങ്ങൾ അവസാനം മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നവരും വിലപതിക്കപ്പെടുന്നവരാവും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സത്യസന്ധതയും യഥാർത്ഥ രീതിയിൽ പണിയപ്പെട്ടൊരു ഭവനവുമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി നന്ദിയോടെ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി.